ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്ലോകമായിട്ടാണ്. നിങ്ങൾക്ക് അധിക പേർക്കും അറിയായിരിക്കും. പാടട്ടെ, ഞാൻ ശ്ലോകം ചൊല്ലട്ടെ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. ഇതാണ് നമ്മുടെ ഭഗവാന്റെ പ്രിയപ്പെട്ട ശ്ലോകം. ഞാൻ എന്താന്ന് അറിയോ ഈ പ്രിയപ്പെട്ടത് എന്ന് ഇതിൽ കൂട്ടിച്ചേർക്കാൻ കാരണം? ഭഗവാന്റെ പ്രിയപ്പെട്ടത് എന്ന് കാരണം ഗോപീജനവല്ലഭ എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ തന്നെ അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഗോപികമാരുടെ പ്രിയപ്പെട്ട കാമുകനല്ലേ, പ്രിയപ്പെട്ട വല്ലഭനല്ലേ. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ശ്ലോകം ഇത് തന്നെ ആവുന്നു. അതുകൊണ്ടാണ് ഞാൻ ഭഗവാന്റെ പ്രിയപ്പെട്ട ശ്ലോകമായിട്ടുള്ള ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ ആൾക്കാരും ഇത് വളരെ കുറേ പ്രാവശ്യം, 108 പ്രാവശ്യം ദിവസവും ചൊല്ലുന്നത് അത്യുത്തമമായിട്ടുള്ള കാര്യമാണെന്ന്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു ഒരു പോസിറ്റിവിറ്റി കിട്ടും. ഭഗവാന്റെ ഏത് മന്ത്രജപം ജപിച്ചാലും ഏത് ശ്ലോകം ജപിച്ചാലും ഒക്കെ നമുക്ക് പോസിറ്റിവിറ്റിയാണ്. പക്ഷെ ഈ മന്ത്രത്തിന് എന്തോ പ്രത്യേകതയാണ്. 108 പ്രാവശ്യം ജപിക്കണം എന്നാണ് പറയുക. നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത്, 108 പറ്റുന്നില്ലെങ്കിൽ കുറയാത്ത വണ്ണം ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലി എന്തായാലും കേട്ടോ. എല്ലാവരുടെയും എങ്ങനെയാണോ എല്ലാവർക്കും കഴിയുന്നത് അതുപോലെ ചൊല്ലുക. അപ്പം നമ്മൾ ഇതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിയിട്ട് ചൊല്ലുമ്പോഴോ അത് വളരെ ഗംഭീരാവും അല്ലേ. അർത്ഥം മനസ്സിലാക്കി നമ്മൾ എന്ത് പഠിച്ചാലും എന്ത് ചൊല്ലിയാലും അതിനുള്ള എന്താ പറയുക, അതിൻ്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അത് നമ്മൾ മനസ്സിൽ കാണും. അല്ലാണ്ട് വെറുതെ ചൊല്ലുന്ന പോലെയാവും അല്ലേ. അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ജപിക്കുന്നത് ഭഗവാന്. അത് മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിനെന്താണ് ആത്മാർത്ഥത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യവും അർത്ഥം മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ നാമജപങ്ങളൊക്കെ ജപിക്കുന്നതാണ് നല്ലത്, ശ്ലോകമായാലും നാമജപമായാലും. അപ്പം ഞാൻ അധികം വൈകിക്കുന്നില്ല. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയ വിധം ഞാൻ നിങ്ങൾക്ക് കൂടെ പകർന്നു നൽകാം. ഓക്കെ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പാടുന്നത് ഓം ശബ്ദമാണല്ലേ. ഈ പ്രപഞ്ചം മുഴുവൻ മുഴങ്ങി നിൽക്കുന്നത് ഓം ശബ്ദമാണെന്നാണ് പറയുക അല്ലേ. അപ്പോൾ ആ ഓമിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നോക്കി വെച്ചതാണ് കേട്ടോ, നിങ്ങൾക്ക് വായിച്ചു തരാം. ഓം എന്ന പദത്തിനർത്ഥം പരബ്രഹ്മം എന്ന് തന്നെയാണ്. അപ്പോൾ ആ പരബ്രഹ്മത്തെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശ്ലോകം ആദ്യം തന്നെ ചൊല്ലിത്തുടങ്ങുന്നത്. പരബ്രഹ്മം, അതിൽ പരം എന്തെന്നല്ലേ വേറെ മനസ്സിലാക്കാനുള്ള പരബ്രഹ്മത്തെ തന്നെയാണ് ഓം എന്നുള്ള പദം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ അല്ലേ. ക്ലീം എന്ന പദത്തിന് അർത്ഥം എന്താണ്? ക്ലീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് അല്ലേ. ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വേർഡാണ് ക്ലീം. അതിനെ കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ സമൃദ്ധി, അതുപോലെ ആകർഷണം, ബന്ധങ്ങൾ, ആത്മവിശ്വാസം, സമൃദ്ധി, വിജയം, സമാധാനം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ക്ലെയിമിൽ. സമൃദ്ധി, ഭാഗ്യവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്നു ഏത് ക്ലെയിം എന്ന വേർഡ്. വിജയം, എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ ഈ മന്ത്രം സഹായിക്കുന്നു. അതുപോലെ സമാധാനം, മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്നു. ഏത് വേർഡ്? ക്ലെയിം എന്നുള്ള വേർഡ്, ക്ലെയിം എന്ന മന്ത്രം. പിന്നെ ശക്തി, പ്രകൃതി ശക്തികളെയും ദേവതകളെയും ബന്ധിപ്പിക്കുന്ന ഒരു മന്ത്രമാണിത് ക്ലെയിം. പിന്നെ ആകർഷണം, പ്രണയബന്ധങ്ങൾ ആകർഷിക്കാനും നിലനിർത്താനും ഈ മന്ത്രം സഹായിക്കുന്നു. പിന്നെ ബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങളിലും മറ്റ് ബന്ധങ്ങളിലും ഐക്യവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. പിന്നെ ആത്മവിശ്വാസം, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സ്വയം സ്നേഹിക്കാനും ഇത് സഹായിക്കുന്നു. സെൽഫ് ലവ്. പിന്നെ സമൃദ്ധി, ഭാഗ്യവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്നു. അത് ഞാൻ വായിച്ചു തരുന്നു അല്ലേ. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ക്ലീം എന്ന ആ ഒരു മന്ത്രജപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ക്ലീം എന്ന് പറഞ്ഞു നോക്ക്. നമ്മൾ
പറ്റുന്ന മന്ത്രങ്ങളോടേ പറയാവൂ കേട്ടോ. അല്ലാണ്ട് എല്ലാ മന്ത്രങ്ങളിലോടും ക്ലീം ചേർക്കാവോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞിട്ട് വെറുതെ തെറ്റാവണ്ടല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ നമ്മളൊന്ന് പറഞ്ഞു നോക്ക്, ക്ലീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിൽ അത് നമ്മൾ എന്താ, ഇപ്പോൾ ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഓം പരബ്രഹ്മത്തെ നമ്മൾ അധികം സ്മരിക്കുന്നതാണ് അല്ലേ. നമ്മൾ ധ്യാനത്തിലിരിക്കുക, ഇപ്പോൾ പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ എന്താ, ഓം. ഓം എന്ന ശബ്ദത്തിൽ 3 അക്ഷരമാണല്ലേ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആ ഉ മ്. അപ്പോൾ നമ്മളിത് തുടങ്ങുക, ഓ ആ. അപ്പോൾ ആ ഓ മ്, ആ ഓ മ് അല്ലേ, അങ്ങനെയാണ് ഈ ശബ്ദത്തിൻ്റെ ഓമിൻ്റെ. പിന്നെ ക്ലീം, അപ്പോൾ ക്ലീമിന് ഇത്രയും ശക്തിയുണ്ട്. അപ്പോൾ 2 വാക്കുകൾ നോക്കി നോക്ക്, എന്താ, ഓം എന്താണ്, പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ ക്ലീം എന്നത് എന്താണ്, സമൃദ്ധിയും സമാധാനവും വിജയവും ഒക്കെ അതിലുണ്ടല്ലേ. അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്താ, അട്രാക്ഷൻ കൂടിയാണ് ആ വേർഡിൻ്റെ അർത്ഥം. ഓം ക്ലീം. പിന്നെ കൃഷ്ണായ, സർവ ആകർഷണ ഇതി കൃഷ്ണ എന്നാണല്ലേ. എല്ലാരെയും ആകർഷിപ്പിക്കുന്നവൻ ആരാണ്, അതാണ് കൃഷ്ണൻ. അപ്പോൾ ആ വേർഡിൻ്റെ, ആ ഭഗവാന്റെ ആ നാമത്തിൻ്റെ അർത്ഥം എന്താണ്, സർവ ആകർഷണ ഇതി കൃഷ്ണ, എല്ലാരെയും ആകർഷിപ്പിക്കുന്നവൻ അല്ലേ. അപ്പൊ കൃഷ്ണ, ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ. ഗോവിന്ദായ എന്നുള്ള എന്താ, ഭഗവാന് ആ പേര് വരാൻ കാരണം എന്താ നിങ്ങൾക്കറിയോ? അങ്ങനെ ഭഗവാൻ അങ്ങനത്തെ പേര് ഇപ്പൊ ഞാൻ വായിച്ചതിൽ വെച്ച് 2 പ്രാവശ്യം ഭഗവാനെ അങ്ങനെ പേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഒന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഭഗവാന്റെ ആ പരബ്രഹ്മ സ്വരൂപം കണ്ടപ്പോ അർജുനൻ ഗോവിന്ദ എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പിന്നുള്ളത് ഭഗവാന് ഗോവിന്ദൻ എന്ന പേര് വരാൻ കാരണം എന്താണെന്നുള്ളത് അത് നമുക്കറിയാലോ. എന്താ, വൃന്ദാവനത്തില് ഐശ്വര്യം ഒക്കെ വരാൻ വേണ്ടിയിട്ട് നന്ദഗോപരും അവിടെയുള്ള ഗോപിഗോപന്മാരൊക്കെ എന്താ ചെയ്തത്, ഇന്ദ്രദേവനെ പൂജിക്കും അല്ലേ. ഞാൻ ചുരുക്കി കേട്ടോ പറയുന്നത്. അപ്പോൾ ഇന്ദ്രദേവനെ പൂജിക്കണ്ട, എന്തിനാണ് നിങ്ങൾ ഇന്ദ്രദേവനെ പൂജിക്കുന്നതെന്ന് വന്ന് ചോദ്യം തുടങ്ങി. ആര്? കണ്ണനും ബലരാമനും. അങ്ങനെ ചോദിച്ചു, എന്തിനാണ് ഇന്ദ്രനെ പൂജിക്കുന്നത്, നമുക്ക് മഴ തരുന്നത് എന്തിനാണ്? ഇവര് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇന്ദ്രദേവനോട് പ്രാർത്ഥിക്കാൻ എന്താണ് കാരണം? ഗോവർദ്ധനഗിരിക്ക് മഴ ലഭിച്ചാലേ അവിടെ പുല്ലുകളും കായകളും ഒക്കെ ഉണ്ടായിട്ട് പശുക്കളെയൊക്കെ എന്താ അവർക്ക് എന്താ മേച്ചു കൊണ്ടുപോയിട്ട് എന്താ നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അവരുടെ ഒരു ജീവിത മാർഗ്ഗമാണ് ഗോവർദ്ധനഗിരി. അപ്പോൾ ഗോവർദ്ധനഗിരിക്ക് എന്തായാലും മഴ വേണം. അങ്ങനെ ഇന്ദ്രദേവനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു കണ്ണനും ബലരാമനും, അതെന്തിനാ ചെയ്യുന്നത്, മേഘങ്ങളല്ലേ നമുക്ക് മഴ തരുന്നത്, അതുപോലെ ഗോവർദ്ധനഗിരിയാണ് നമ്മൾ പൂജിക്കേണ്ടത്. ഗോവർദ്ധനഗിരിയാണ് പശുക്കൾക്കായാലും നമുക്കായാലും തണലും സൗകര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഗോവർദ്ധനഗിരിയാണ് പൂജിക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കണ്ണന്റെ വാക്ക് ശിരസാവഹിച്ച് എന്താ അവരെന്ത് ചെയ്തോ, ഗോവർദ്ധനഗിരിയെ പൂജിച്ചു. ആ സമയം അഹങ്കാരിയായ ഇന്ദ്രൻ ഇത് പിടിച്ചോ? ഇല്ല. അഹങ്കാരിയായ ഇന്ദ്രൻ എന്ത് ചെയ്തു, മേഘങ്ങളോട് ആജ്ഞാപിച്ചു നന്നായിട്ട് മഴ പെയ്യിപ്പിക്കണം അല്ലേ. പിന്നെ കാറ്റും കോളും ഒക്കെ വന്ന് എല്ലാ വൃന്ദാവനവാസികൾക്ക് എല്ലാവർക്കും ഭയമായി അല്ലേ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നില്ല, അവരെന്ത് ചെയ്തു, നമ്മുടെ പേടിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ആ കണ്ണനറിയാം ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്, ഇന്ദ്രദേവനാണ്. ഇന്ദ്രന്റെ അഹങ്കാരവും മാറ്റണം, തന്നെ വിശ്വസിച്ചിരുന്ന ആ ഗോപിഗോപന്മാരെ വൃന്ദാവനവാസികളെ തനിക്ക് രക്ഷിക്കാൻ വേണം എന്ന് കണ്ണൻ തീരുമാനിച്ചു. അങ്ങനെ എന്താ ചെയ്തത്, കണ്ണൻ ചെറുവിരലിൽ ഗോവർദ്ധനഗിരി പൊക്കി അവരെയൊക്കെ രക്ഷിച്ചു. അവരെ ആ കാറ്റിനും കോളിനും ആ കാറ്റും എന്താ മഴയും ഒക്കെ അവരെ സ്പർശിക്കാത്ത വിധം അതിൽ നിന്നും അവരെ എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തി അല്ലേ. അങ്ങനെ കുറേ കാലങ്ങളോളം അത് നീണ്ടു നിന്നു. അങ്ങനെ ഈ ഇന്ദ്രന്റെ അഹങ്കാരം അങ്ങനെ എന്തായി, ശമിച്ചോ? ഇന്ദ്രന്റെ അഹങ്കാരം അങ്ങനെ ശമിച്ചു അല്ലേ. അപ്പോൾ ഇന്ദ്രൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു, ഭഗവാനോട് മാപ്പപേക്ഷിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്, അങ്ങനെ പിറകുന്ന് കാമധേനു ഒക്കെ വന്നു. കാമധേനു എന്ത് ചെയ്തോ, തൻ്റെ പാല് എടുത്തിട്ട് എന്ത് ചെയ്തു, ഭഗവാനെ ഗോവിന്ദാഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തു. അങ്ങനെ ഗോവിന്ദൻ എന്ന പേര് കിട്ടാൻ കാരണമായിട്ടുള്ള കാര്യം ആദ്യം പറയാം. ഗോവിന്ദൻ എന്ന പേര് കിട്ടാൻ കാരണമായിട്ടുള്ള ആ പേരിൻ്റെ അർത്ഥം, ഗോവിന്ദൻ എന്ന നാമത്തിൻ്റെ അർത്ഥം ആദ്യം പറയാം, എന്നിട്ട് ബാക്കി പറയാം. അതാവും
കുറച്ചുകൂടെ വ്യക്തമാവുക. അപ്പോൾ ഗോവിന്ദൻ എന്ന വാക്കിനർത്ഥം, ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? പശുക്കൾക്കും ഭൂമിക്കും അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും എന്താ രക്ഷ നൽകുന്നവൻ. അതുപോലെ വിന്ദ എന്നതിനർത്ഥം കണ്ടെത്തുന്നവൻ അല്ലെങ്കിൽ രക്ഷിക്കുന്നവൻ എന്നാണ് വിന്ദ എന്നുള്ളതിനർത്ഥം. ഓക്കെ, അപ്പൊ എന്താണ് ഗോവിന്ദൻ എന്ന വാക്കിനർത്ഥം? ഭൂമിയുടെ സംരക്ഷണം ഏറ്റെടുത്തവനും പശുക്കളുടെ സംരക്ഷകനും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സംരക്ഷകനും, മൊത്തത്തിൽ ഈ ലോകത്തിന്റെ എല്ലാ ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ എല്ലാവരെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അത് തന്നെയാണ് ഈ ഗോവിന്ദൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ അങ്ങനെ ഇന്ദ്രദേവൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ദേവന്മാരുടെ ഇന്ദ്രൻ മാത്രമാണ്, എന്നാൽ ഈ ഭൂലോകത്തിന്റെ ഇന്ദ്രൻ എന്ന് പറയുന്നത് അങ്ങ് തന്നെയാണ്, അങ്ങേ തന്നെയാണ് ഇവിടെ പൂജിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കാമധേനുവിന്റെ പാലെടുത്ത് ഗോവിന്ദാഭിഷേകം ചെയ്തു. അതുപോലെ ഐരാവതത്തെ കൊണ്ടുവന്നിട്ട് ഐരാവതം ഗംഗാജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. പക്ഷെ ഇതൊന്നും ആര് കാണുന്നുണ്ടായിരുന്നില്ല? അവിടെ തടിച്ചുകൂടിയിരുന്ന ഗോപിമാരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഭഗവാൻ അവരിൽ നിന്നും പാടേ ഈ ഒരു സിറ്റുവേഷൻ മറച്ചു കളഞ്ഞു. അപ്പൊ നമ്മള് സപ്താഹവേദികളിലൊക്കെ പോയാല് ചില ആചാര്യന്മാർ പറയും, എന്താണെന്നറിയോ, ഗോവിന്ദാഭിഷേകം ഉണ്ടാവില്ലേ, ഈ സപ്താഹവേദികളിൽ നടക്കും. അപ്പോ പറയും, ആ വൃന്ദാവനവാസികൾക്ക് പോലും ഗോപന്മാർക്ക് പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു ഗോവിന്ദാഭിഷേകം. അതാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും ഭഗവാനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് വരിയായി നിൽക്കുമെന്ന് പറയാറുണ്ട്. ഞങ്ങളുടെ ഇവിടെയുള്ള അമ്പലത്തിലെ പഴയടം വാസുദേവൻ തിരുമേനിയൊക്കെ അങ്ങനെ പറയാ. ആ ഗോപന്മാർക്ക് പോലും കഴിയാത്ത സൗഭാഗ്യമാണ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ലഭിച്ചിരിക്കുന്നത്. ഭഗവാനെ വളരെയധികം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ ഗോവിന്ദാഭിഷേകം ചെയ്യാന്നാ പറയാ. കാരണം എന്താ? ഇന്ദ്രദേവൻ ഗോവിന്ദാഭിഷേകം ചെയ്യുന്നതൊക്കെ ഭഗവാൻ ഗോപന്മാരിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ദ്രദേവൻ നൽകിയ നാമമാണ് ഗോവിന്ദൻ. അപ്പൊ മനസ്സിലായില്ലേ ഗോവിന്ദൻ എന്ന വാക്കിനർത്ഥം? എല്ലാരെയും സംരക്ഷിക്കുന്നവൻ എന്നത് തന്നെയാണ് അർത്ഥം. ഈ ഭൂലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നവൻ, പശുക്കളെ, ഭൂമിയെ, ഇന്ദ്രിയങ്ങളെ എല്ലാം സംരക്ഷിക്കുന്നവൻ ഗോവിന്ദൻ. ഗോവിന്ദ. ഓക്കെ, അപ്പോ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ പറഞ്ഞു അല്ലെ. ഗോവിന്ദായ. അടുത്ത എന്താ വരി? ഗോപീജനവല്ലഭായ. അതിൽ തന്നെ ഉണ്ട് അർത്ഥം. ഗോപികമാരുടെ വല്ലഭൻ. ആരാ? കണ്ണൻ. എന്താ പറയാ ഗോപികമാരെ കൊണ്ട്? ഉദ്ധവരോട് അല്ലേ? അതെ, ഉദ്ധവരോട് എന്താ പറഞ്ഞത്? ഭഗവാനെ ഇഷ്ടപ്പെടുന്ന എങ്ങനെയാ ഭഗവാനെ ഇഷ്ടപ്പെടുക എന്ത് ചോദിച്ചത് അല്ലേ? അങ്ങനെയായിരുന്നല്ലേ ചോദിച്ചത്? ഭഗവാനെ, അങ്ങയുടെ ഭക്തന്മാർ എങ്ങനെയുള്ള ആൾക്കാരാ, അങ്ങേ എങ്ങനെയാ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറയുന്നില്ല, നേരെ വൃന്ദാവനത്തിലേക്ക് പോയിക്കോളൂ, ഗോപികമാരെ കണ്ടോളൂ അല്ലേ? അതിൽ തന്നെ ഉണ്ടല്ല. കാരണം ഗോപികമാരെന്ന് പറയുന്നത് ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ആൾക്കാരാണല്ലേ. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ആൾക്കാരും ഭഗവാനെ ഏറെ പ്രിയപ്പെട്ട ആൾക്കാരുമാണ് ആര്? ഗോപികമാര്. ഭഗവാൻ പറയും, എന്നെ നമസ്കരിക്കണ്ട, ഗോപികമാരെ നമസ്കരിച്ചോളൂ, അതെന്നെ നമസ്കരിക്കുന്നതിന് തുല്യാണ്. കാരണം അവരുടെ ഓരോരുത്തരുടെ മനസ്സിലും ആരാണ് കുടികൊള്ളുന്നത്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ് അല്ലേ? നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? ഭഗവാന് വളരെയധികം തലവേദനയായപ്പോഴുള്ള കഥ കേട്ടിട്ടുണ്ടാവും. ഇനി കേൾക്കാത്തവർക്കായിട്ട് ഞാൻ ചുരുക്കി പറയാം. ഭഗവാന് അതികഠിനമായ തലവേദന വന്നു ഒരു ദിവസം ദ്വാരകയിൽ വസിച്ചപ്പോൾ. അപ്പോൾ പത്നിമാരായ രുക്മിണി, സത്യഭാമ, ജാമ്പവതി അങ്ങനെയുള്ള പത്നിമാരൊക്കെ അയ്യോ ഭഗവാൻ ഇങ്ങനെ തലവേദന വന്നപ്പോൾ അവർക്ക് വളരെയധികം വിഷമായി, സങ്കടമായി. അപ്പോൾ ഇത് മാറാൻ എന്താ ചെയ്യേണ്ട ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത്? എന്നെ സ്നേഹിക്കുന്നവരുടെ കാലിന്റെ അടിയിലുള്ള മണ്ണ് അതെന്റെ ശിരസിൽ എന്ന് വെച്ചാൽ നെറ്റിയിൽ ചാർത്തി തന്നാൽ എൻ്റെ തലവേദന പോകും. പമ്പ കടക്കെന്ന് പറഞ്ഞ പോലെ പറഞ്ഞു, എൻ്റെ തലവേദന പോകും, മാറിക്കിട്ടും. അപ്പോൾ അവരെന്താ പറഞ്ഞത്? അയ്യോ, ഞങ്ങളുടെ പതിയാണ് അങ്ങ്, ഞങ്ങളുടെ പ്രാണനാഥനാണ് അങ്ങ്, ഒരിക്കലും ഞങ്ങളുടെ കാലിന്റെ കാൽപാദത്തിലെ മണ്ണ് അങ്ങയുടെ ശിരസിൽ തേച്ചിട്ട് ഞങ്ങൾ ആ പാപ ഏൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഭഗവാനെ, ഞങ്ങൾക്ക് ഒട്ടും കഴിയില്ല. അവർ ആ സ്നേഹം, ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. പക്ഷേ അവിടെ ആയിരുന്നില്ല,
അതിലും വലിയ സ്നേഹമായിരുന്നു അതിലും വലിയ ആത്മാർത്ഥത എന്ന വാക്കിന് മേലെ എന്തെങ്കിലും ഒരു വാക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ഗോപികമാരുടെ സ്നേഹം, അല്ലേ? അപ്പൊ നാരദ മുനി അവിടേക്ക് ആഗതമാവുകയും അങ്ങനെ നാരദ മുനി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഗോപികമാരോട് ഈ കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു. അപ്പൊ ഗോപികമാരെന്താ പറഞ്ഞത്? അയ്യോ, ഞങ്ങളുടെ കണ്ണന് തലവേദനയായോ, എന്താ അതിനുള്ള സൊല്യൂഷൻ എന്നും കൂടെ നാരദ മുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, അതാണോ സൊല്യൂഷൻ? ഞങ്ങളുടെ ഭഗവാന്റെ തലവേദന ഞങ്ങൾ മാറ്റിക്കൊടുക്കാം, അതിന് ഞങ്ങൾക്ക് എന്ത് പാപം ഏൽക്കേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല എന്നാ ഗോപികമാര് പറഞ്ഞത്. അങ്ങനെ ഗോപികമാരുടെ കാലടിപ്പാദത്തിലെ ആ മണ്ണ് ഭഗവാന്റെ നെറ്റിയിൽ പുരട്ടുകയും ഭഗവാന്റെ തലവേദന പമ്പ കടന്നു. അപ്പൊ അത്രമാത്രം ഉണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഗോപികമാര് ചിന്തിക്കുക. ഭഗവാന്റെ പത്നിമാര് ചിന്തിച്ചത് തെറ്റ് പറയാൻ പറ്റില്ല, പക്ഷേ അവരെക്കാളും എത്രയോ അടി മേലെയായിരുന്നു ഭഗവാന്, അല്ലെങ്കിൽ ഭഗവാനെ അവർക്ക്, ഗോപികമാർക്ക്. അപ്പൊ ഗോപീജന വല്ലഭായ രാസക്രീഡ, നമ്മൾ ഗോപികമാരെ എപ്പോഴും ചിന്തിക്കുമ്പോൾ ഈ രാസക്രീഡയൊക്കെ ഓർമ്മ വരും, അല്ലേ? വൃന്ദാവനത്തിൽ ഇപ്പോഴും രാസക്രീഡ നടക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിലും നമ്മൾ ഇസ്കോൺ ടെമ്പിളിലൊക്കെ, വൃന്ദാവനത്തിലെ ഇസ്കോൺ ടെമ്പിൾ ആയാലും എവിടെ, ഇപ്പം ഇസ്കോണിൻ്റെ ഏത് ടെമ്പിളിൽ പോയാലൊക്കെ ഇപ്പം നമുക്ക് കാണാൻ കഴിയും അവിടെ കുറേ ഗോപികമാരെ നൃത്തം വെക്കുന്നല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ ശരിക്കുള്ള ആ ഒരു വിഷ്വല് നമുക്ക് ശരിക്കും അത് കാണാൻ കഴിഞ്ഞാലുള്ള ഭാഗ്യം. എൻ്റെ അമ്മ അറിയില്ലേ, പരമശിവൻ വരെ രാസക്രീഡയ്ക്കായിട്ട് പെൺവേഷം കെട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ കഥ അറിയില്ലേ? അവിടെ ആണുങ്ങൾക്ക് പ്രവേശനം ഇല്ലാലോ, ഓൺലി കൃഷ്ണന് മാത്രമേ അവിടെ ആ രാസക്രീഡയില് അവിടെ ആ നൃത്തം ചെയ്യുന്ന സ്ഥലത്തേക്ക് പ്രവേശനമുള്ളൂ. എന്ത് ചെയ്യാനാ, മഹാദേവനാണെങ്കിൽ അവിടേക്ക് വരണം താൻ. അപ്പൊ മഹാദേവൻ പെൺവേഷം കെട്ടി, സ്ത്രീ വേഷം കെട്ടി അവിടേക്ക് വന്നിട്ട് ഭഗവാനോടൊപ്പം രാസക്രീഡ ചെയ്തു. അപ്പൊ അത് പറയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പറയാൻ സാധിച്ചതിൽ ഭഗവാനോട് ഒരുപാട് നന്ദി. അപ്പോൾ ഗോപീജന വല്ലഭായ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? സ്വാഹ. സ്വാഹ എന്ന് പറഞ്ഞാൽ എന്താ? അഗ്നിദേവന്റെ പത്നിയാണെന്നാ പറയുക. നമ്മുടെ സപ്താഹത്തിൽ തന്നെ പറയും, നമ്മൾ ഭർത്താക്കന്മാരെ പ്രീതിപ്പെടുത്തണമെങ്കിൽ അവരുടെ ഭാര്യമാരെ പ്രീതിപ്പെടുത്തണം, എന്നാലേ ഭർത്താക്കന്മാര് അതിൽ പ്രീതനാവുള്ളൂ എന്ന് പറയും. എന്ന് വെച്ചാൽ സ്വാഹയാണ് അഗ്നിദേവന്റെ പത്നി. അപ്പോൾ ഈ സ്വാഹ നമ്മൾ എന്ത് യജ്ഞത്തിൽ എന്ത് സമർപ്പിക്കുമ്പോഴും ഞാനിത് സമർപ്പിക്കുന്നു, അങ്ങിത് സ്വീകരിച്ചാലും എന്നതിന് അർത്ഥമാക്കുന്നതാണ് എന്ത്? സ്വാഹ. മനസ്സിലായോ? അപ്പോൾ സ്വാഹ. ഇപ്പം നമ്മൾ അഗ്നിദേവന്റെ പത്നിയെ എന്താക്കി? വശത്താക്കി അല്ലേ? അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലായോ? പരബ്രഹ്മം ഓം, പിന്നെ ക്ലീം എല്ലാം സൂചിപ്പിക്കുന്ന എന്ത്? സമൃദ്ധി, സന്തോഷം, സമാധാനം, ആകർഷണം, എല്ലാം ഉണ്ടല്ലേ? ആകർഷണം അതൊക്കെ ഉണ്ട് എന്തില്? ക്ലീം. ഇനി കൃഷ്ണായ സർവ ആകർഷണ ഇതി കൃഷ്ണ. കൃഷ്ണായ ഗോവിന്ദായ ഗോക്കളെയും ഭൂമിയെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നവൻ, ഈ ലോകത്തെ സംരക്ഷിക്കുന്നവൻ, രക്ഷകൻ, ലോകത്തിന്റെ രക്ഷകൻ ഗോവിന്ദായ. ഗോപീജന വല്ലഭായ, ഗോപികമാരുടെ വല്ലഭനായ കൃഷ്ണൻ. ഗോപീജന വല്ലഭായ സ്വാഹ. ഇത് അങ്ങേക്കായി സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നിങ്ങൾ എല്ലാവരും ഇത് ചൊല്ലണം. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ നമസ്കരിച്ചു കൊണ്ടാണെങ്കിൽ നമസ്കരിച്ചു കൊണ്ട് തന്നെ ചൊല്ലുക. ഈ ക്ലീം എന്നുള്ള വാക്കുണ്ടല്ലോ, അത് വ്യക്തമാവണം കേട്ടോ. ഇതിപ്പോൾ പറയുമ്പോൾ നമ്മൾ ഓം ക്ലീം കൃഷ്ണായ ക്ലീ എന്നായി പോകുന്നില്ലേ? അങ്ങനെയല്ല, വ്യക്തമാക്കണം. ഓം ക്ലീം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം, ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ഭഗവാന്റെ ശ്ലോകത്തിൻ്റെ അർത്ഥങ്ങളും അതുപോലെ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഇനിയും ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ.